എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോഴേ തിരിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോഴപ്പോൾ അതുപോലെ നമ്മുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിൽ. അപ്പോൾ എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളുമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് കാപ്പിക്ക് ചപ്പാത്തിയും പയറുകറിയുമാണ്. ചപ്പാത്തി പയറുകറിയാണ്. നമ്മുടെ കറിയൊക്കെ റെഡിയായി. രാവിലെ ചായ ഇട്ടു, പാല് കാച്ചി, വെള്ളം ചൂടാക്കി, പിന്നെ മുറ്റം തൂത്തു കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് ഞാൻ കുളിച്ച് വിളക്ക് കത്തിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട്, ഇന്നിപ്പം രണ്ടുപേരും ഇവിടെ ഉണ്ട് കേട്ടോ. സ്റ്റഡി ലീവൊക്കെയാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ നമുക്ക് പതുക്കെ നമുക്കെല്ലാം തുടങ്ങാം. രാവിലെ ഞാൻ ചപ്പാത്തി ചുടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പൊടി നമ്മൾ നനയ്ക്കുമ്പോൾ കുഴയ്ക്കുമ്പം തന്നെ എണ്ണയങ്ങ് ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. പിന്നെ ഞാൻ എണ്ണയൊന്നും തൂക്കത്തില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് നമ്മളങ്ങ് പൊള്ളിച്ചെടുക്കുവാണ്. ഞാൻ രാവിലെ ഇങ്ങനെ വന്നിരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളും അവരെയൊക്കെ ഒന്ന് നോക്കിയിരുന്നേ കഴിക്കാനുണ്ടല്ലോ, നല്ല സുഖമാണ്. ചപ്പാത്തിയും പയറുകറി എളുപ്പത്തിനുണ്ടാക്കാവുന്ന കറിയാണ് പയറുകറി അല്ലേ. വെയിലെന്നോ പറയുന്നില്ല കേട്ടോ. ഒരു തരി വെയിലില്ല. രാവിലെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് കേട്ടോ, അരി ഇളക്കിയിടാനും. നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. വിറകിന് തീ പിടിച്ച പിന്നെ ചോറും പറഞ്ഞ് പോകും കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയിരിക്കുവാണ് നമ്മുടെ വിറകെല്ലാം. തട്ടിൻ്റെ സാധനങ്ങളെ ഇഷ്ടം പോലെ വിറകുണ്ട് കേട്ടോ. മണ്ണെണ്ണ ഇല്ലെങ്കിൽ ഇപ്പോൾ ചൂട് പറഞ്ഞ് തീ കത്തിക്കോളും. ഇച്ചിരി പേപ്പർ വെച്ചാൽ മതി. ഒന്ന് തിളച്ചിട്ടിട്ട് നമുക്ക് അരിയൊക്കെ അടുപ്പിലിടാം. ചോറ് മാത്രമേ ഞാൻ അടുപ്പിലിട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഗ്യാസിനാക്കാം. അവരെ നമ്മളെ കൂട്ടി വെച്ചായിരുന്നേ, മഴക്കോൾ കൊണ്ട് നമുക്ക് തീ കത്തിച്ചിട്ട് തരാം. പിന്നെ മഴ പെയ്ത് നനഞ്ഞു പോയാലേ നമ്മുടെ അമ്പലത്തിൽ ഇന്ന് വായന ഉണ്ട്. ഇന്നെന്താ പ്രത്യേകത? പേപ്പർ എടുത്തു കത്തുന്നുണ്ട്. ഒരു പറഞ്ഞേക്കാത്ത കരിയിൽ ഒരു പാട് കത്തുന്നുണ്ട് കേട്ടോ. അളഞ്ഞു പോവാണ്. കത്തി നമ്മുടെ പുകയ്ക്കകത്തോടെ നമുക്ക് ചീനിക്ക പമ്പലുണ്ടല്ലോ എത്തുമെന്ന് നോക്കട്ടെ. ചീനി വിളഞ്ഞു നിൽക്കുക, ആർക്കും വേണ്ടാതാണ്. അയ്യോ, ഒത്തിരി കായ ഇത് കേട്ടോ. ഒത്തിരി കായുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചീനിക്കായ? ഇങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. ചീനിയൊക്കെ നിൽക്കുമ്പോഴേ ഉണക്കിയിട്ട് നമുക്ക് പമ്പരം കറക്കാം കേട്ടോ. എൻ്റെ ദൈവമേ, ഇവിടെ എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട്, നീ 21 വയസ്സുള്ള മോളുടെ അമ്മയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ടെന്നേ. എന്നുവെച്ചാൽ ഈ പമ്പരമൊക്കെ തേടി പോകുന്നത് കൊച്ചു പിള്ളേരാണല്ലോ. എൻ്റെ ദൈവമേ, വേണ്ട ഇത്ര ഇടികൊണ്ട് ഇനി നിൽക്കൊണ്ട് നമുക്ക് പറയാം. പറിച്ചിട്ട് നമുക്കേ ഇത് ഉണക്കിയിട്ട് വേണം ഇത്
ഈർക്കുൽ കുത്തി നമുക്ക് പപ്പരം ഉണ്ടാക്കാം. അത് ഞാൻ കാണിക്കാം, ഞാൻ കറക്കി കാണിക്കുന്നതാണ് കേട്ടോ പമ്പരം. രാവിലെ നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ മാങ്ങ അച്ചാറൊക്കെ എല്ലാവർക്കും അറിയാവില്ലേ, പിന്നെ നമ്മൾ എപ്പോഴും എന്തിനാണ് കാണിക്കുന്നത്. ഒരു 3-4 മാങ്ങ ഉണ്ടായിരുന്നേ, അത് അച്ചാറിട്ടു. അതിനകത്തുനിന്ന് ഒരു മാങ്ങ ഞാൻ നോക്കിയപ്പോൾ നല്ല പഴുത്തിരിക്കുന്നു കേട്ടോ, മധുരവും ഉണ്ട്. കുറച്ച് ഉപ്പ് പൊടിയും മുളക് പൊടി ഇട്ട് നമ്മൾ തിരികെ അങ്ങോട്ട് കഴിക്കും. പിന്നെ തോരൻ വയ്ക്കാൻ നമ്മൾ ചൗ വാങ്ങിച്ചിട്ട് 2-3 ദിവസമായി. നമ്മൾ എടുത്തില്ലായിരുന്നേ. ഞാൻ ഒരെണ്ണം ഒന്ന് അരിഞ്ഞ് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരെണ്ണം എടുക്കുന്നില്ല, നോക്കട്ടെ. ഒരെണ്ണം കുറച്ച് മതിയല്ല, അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മുടെ ചൗവൊക്കെ ഒന്ന് അരിഞ്ഞ് ഞാൻ അടുപ്പത്താക്കി കടുകൊക്കെ വറുത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഓമയ്ക്ക മാതിരി കേട്ടോ, ഓമയ്ക്ക മാതിരിയാണ് തോരൻ വെച്ചാൽ. ഇപ്പോഴാണ് മീൻ കിട്ടിയത് കേട്ടോ. നമ്മൾ രാവിലെ വാങ്ങിച്ചില്ല. നമ്മുടെ മീൻകാരൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് മത്തി കഴിച്ച് എനിക്ക് വയ്യ കേട്ടോ. മക്കളും കിടന്ന് വഴക്കുണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പം കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അയില. എത്ര അയില? 5 അയില കേട്ടോ. എത്ര ആണെന്നോ എന്തോ. അതിനി മീൻകറിയൊക്കെ വെക്കണം. മീനൊന്ന് വെട്ടിക്കൊണ്ടൊക്കെ വരട്ടെ. ഇപ്പോൾ നമ്മുടെ തീയൊക്കെ ഞാൻ താഴ്ത്തിയിട്ടേക്കുവാണേ. നമ്മുടെ തോരനൊക്കെ റെഡിയായി കേട്ടോ. അപ്പോഴേ നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പും റെഡിയായി തിളച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കഷ്ണങ്ങൾ ഓരോന്നിട്ട് കൊടുക്കാം. അപ്പോഴൊരു 3-4 കഷ്ണം മക്കൾക്ക് വറക്കാനും വെച്ചിട്ടുണ്ട്. അതൊന്ന് വറക്കാൻ നമുക്ക് ഇവനെ അപ്പുറത്തോട്ടാക്കിയിട്ടെ. ഇന്നിപ്പം നമ്മൾ ഇങ്ങനെയാണ് മീൻ വറക്കുന്നത് കേട്ടോ. അടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മേലിൽ നമ്മൾ ഈ ഇലയൊന്ന് വാട്ടിയിട്ട് അതിൻ്റെ മീതെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നമ്മുടെ മീൻ ഓരോന്ന് വെച്ച് കൊടുക്കും. ഇല പൊള്ളിച്ച അയലമീൻ. എന്നിട്ട് പയ്യെ ഇവനിരുന്ന് വേവട്ടെ. മസാലയും കൂടെ ഒക്കെ ബാക്കിയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ദേ ഇങ്ങനെ അടച്ച് വയ്ക്കാം. കയ്യെ ക്യാമറ ഇരിക്കുന്നുണ്ട്, ഒരു കയ്യെ വിട്ടിട്ട് ചെയ്യാനൊക്കെ അതുമില്ല. സഹായിക്കാൻ ആരെങ്കിലും വരുമോ? അതും ഇല്ല. ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് പതിയെ ഒന്ന് വേവട്ടെ. പോയി ഞാൻ കരിയാപ്പില ഇവിടെ സെറ്റാക്കി വെച്ചിരുന്നേ. നമ്മുടെ കരിയാപ്പില കുട്ടനെ ഒന്നിട്ട് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരട്ടല്ലേ. അവിടെ നിന്ന് പതിയെ വേവട്ടെ. നമ്മുടെ മീൻ തിളച്ച് വരുന്ന കേട്ടോ. ഇതേ നമ്മുടെ അയല ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണേ. നല്ല മണമാണ് കേട്ടോ. ഇങ്ങനെ വാഴയിലേക്കകത്ത് നമ്മൾ മീൻ പൊരിച്ച് കഴിച്ചാലേ, മത്തിയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഈ ഗ്രേവി ഇലക്കകത്തുനിന്ന് കഴിക്കാനാണെങ്കിലോ എൻ്റെ സാറേ, ഒന്നും പറയണ്ട സാറേ. എടാ ഒന്ന് വീഴുന്നു തിരിഞ്ഞ് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ചട്ടിക്കകത്ത് പിടിക്കത്തതേ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മക്കളെ കളിപ്പിക്കാനൊക്കെ നോക്കും കേട്ടോ. വേണ്ട കണ്ടോ, റെഡിയായി നന്നായിട്ട് മൂത്ത് കേട്ടോ. ഇനി അപ്പുറ വശവും കൂടെ മൂക്കണം. അടച്ച് വെച്ച് വേവിക്കാം നമുക്ക്. ഒരു ദിവസത്തിൻ്റെ പകുതി സമയം നമ്മൾ ഈ കുഞ്ഞടുക്കളയിൽ തന്നെയാണ് കേട്ടോ. തിക്കും തിരക്കുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും. എന്നിട്ട് ഇവരെ 3 പേരെ അടുപ്പിലാക്കിയിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ മീന് ചിലപ്പം കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോകത്തില്ല, ഇല ആയതുകൊണ്ട്. അമ്മയ്ക്കൂടെ ഇച്ചിരി നാരങ്ങണം തായോ ശകലം ഇത്തിരി ചുണ്ടൊക്കെ വറ്റുന്നു കേട്ടോ, വെയിലായതുകൊണ്ട്.
കുപ്പിക്കകത്ത് നിറച്ച് വെച്ചേക്കോ ഞങ്ങളുടെ കുഞ്ഞി കേട്ടോ. സൂപ്പർ നാരങ്ങ വെള്ളം, ഒന്നും പറയാനില്ല കേട്ടോ. അങ്ങനെ ദേ നമ്മൾ മോരും കാച്ചി ഉച്ചക്കലത്തെ ഊണിനുള്ള പരിപാടികളെല്ലാം ആക്കി കൂട്ടി. ഇനിയിപ്പം ചോറൊക്കെ കഴിക്കണം. അതും ഒരു ജോലിയാണല്ലോ. ഈ ജോലിയുടെ കൂട്ട് തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അത് ഒരു ജോലി തന്നെയാണല്ലോ. മോരൊക്കെ കാച്ചി ഒന്ന് ചൂടായാൽ മതിയല്ലോ. തീ ഓഫാക്കിയിട്ടേക്ക്. നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ടേ. അല്ലെങ്കിൽ ഞാൻ 3 കിലോയ്ക്ക് എത്ര 100 രൂപ കൊടുത്ത് ഏത്തപ്പഴം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾ ഇവിടെ ഇരിക്കുന്ന ദിവസമല്ലേ, അപ്പോഴും 2 ഏത്തയ്ക്കപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മൈദയൊക്കെ കലക്കി വെച്ചിട്ടുണ്ടേ. മൈദയാണേ. എണ്ണയൊക്കെ ദേ നമ്മൾ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഓരോന്നോരോന്നിട്ടേ നമുക്ക് വറുത്തെടുക്കാം. ഇത് ഒരു ഏത്തപ്പഴം 3ആയിട്ടാണ് ഞാൻ കണ്ടിച്ചേക്കുന്നത്. ഇവർക്ക് ഈ വലിയ ഒരു ഏത്തപ്പഴം നമ്മൾ 2ആയിട്ട് മുറിക്കത്തില്ല. അവർക്കത് ഇഷ്ടമല്ല. അവർക്ക് 3ആയിട്ട് ഈ കനവില്ലാതെ വേണം. അവർക്കങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. നമ്മുടെ എണ്ണ ചൂടായി ഒന്ന് നോക്കാം. എണ്ണയൊക്കെ സെറ്റായിട്ട് വന്നു. എന്നിട്ടും കനം കൂടുതലോ. ഞാനൊരു ഇത്തിരി കനം കുറച്ച 3ആയിട്ട് കണ്ടിച്ചത് നമ്മളെ. അപ്പോൾ ഞാനിതൊന്ന് ഒന്ന് വറുത്തെടുക്കട്ടെ. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് റെഡിയായി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വാഴയ്ക്കപ്പൊക്കെ റെഡിയാക്കി എടുത്ത് കേട്ടോ. അപ്പോൾ ഇത് വാഴയ്ക്കയില്ലാത്ത നമ്മുടെ വാഴയ്ക്കപ്പം, ഈ മൈദ മാവ് അവസാനം വരുന്ന മാവുണ്ടല്ലോ, മോന് ഭയങ്കര ഇഷ്ടമാണ് അത്. വാഴയ്ക്കയില്ലാതെ ഏത്തക്കായ ഇല്ലാതെ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കി കേട്ടോ. ഇന്നലെ എനിക്കൊരു അക്കിടി പറ്റി. പാത്രം കഴുകിയതേ നമ്മുടെ ചെറിയ ജാറുണ്ടല്ലോ, മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, വീണും ഇതെല്ലാം കൂടെ തവിട് പൊടിയായി. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞായിരുന്നു, നമ്മുടെ മിക്സിയുടെ ജാറിന് പറന്ന് ഭയങ്കര ശബ്ദം. അപ്പോൾ ആ സംഭവം മൊത്തം പോയി. നമ്മൾ പുതിയൊരു ജാറ് വാങ്ങിച്ചു കേട്ടോ. 950 രൂപ. തട്ടിപ്പൊട്ടിച്ച എനിക്കറിയോ ഇതിൻ്റെ വില. അപ്പോൾ നമ്മൾ കമ്പനിക്കാരോട് പറഞ്ഞ് അവർ വരുത്തി തന്നെന്തായാലും കേട്ടോ. നമ്മുടെ ആ മിക്സിയുടെ സെയിം സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ കൈകാര്യം ചെയ്താൽ എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയതാണ്. എൻ്റെ കയ്യിൽ നിന്ന് ബേസിൻ തറയിൽ വീണപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ജാറങ്ങ് പോയി. എൻ്റെ പൊന്നേ, ഞാൻ വിചാരിച്ചത് ശരിയാക്കി എടുക്കാമെന്ന്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ഈ സ്ക്രൂ ആണെങ്കിൽ നമുക്ക് വേറെ ജാറ് കിട്ടിയേനെ. പക്ഷേ ഇതിപ്പോൾ സ്ക്രൂ അല്ല ചെയ്തേക്കുന്നത്. എന്താ അതിന് പറയുന്നത്, ആ സംഭവമാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോഴതുകൊണ്ട് എനിക്ക് പുതിയ ജാറൊക്കെ കിട്ടി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മക്കൾക്ക് പോകാൻ ഈ ചമ്മന്തിയൊക്കെ നമ്മൾ പെട്ടെന്ന് വേഗത്തിൽ ഇതിനകത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ സന്തോഷമായി കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നും കൂടെ തട്ടിയിട്ട് പൊട്ടിക്കാൻ വാങ്ങിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത്തയ്ക്കപ്പൊക്കെ കഴിക്കട്ടെ.
നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ നാളെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.